ഇന്ന് നമുക്ക് ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഡോളി ബ്രാൻഡിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ 2 പാരലൽ ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ ഒരു ലൈനിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എയിൽ കുത്തിയിട്ട് ബിയിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. പിന്നെ സിയിൽ നിന്ന് എടുത്തിട്ട് ഡിയിൽ പിന്നെ ഇയിൽ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ തയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം നമുക്ക് നീഡിൽ എയിൽ നിന്നും ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കാം. ചരിച്ചു കൊടുക്കുമ്പം ഈ ലൈനിൽ നമ്മുടെ ത്രെഡ് എവിടെയാണോ ജോയിൻ്റ് ആവുന്നത് അവിടെ വേണം ഇനി നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാൻ. എന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ നീഡിൽ ഇതുപോലെ കുത്തി നിർത്തണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഈ ത്രെഡ് ഇതുപോലെ ചരിച്ച് പിടിക്കാം. എന്നിട്ട് ഈ വരയിൽ നമ്മുടെ ത്രെഡ് എവിടെയാണോ ജോയിൻ്റ് ആവുന്നത് അവിടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. നമ്മൾ ഇവിടെ എങ്ങനെയാണോ തയ്ച്ചത് അതുപോലെ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ എടുത്ത് ഇവിടെ നിർത്താം. എന്നിട്ട് ഇനി നമുക്ക് മെല്ലെ ഈ ത്രെഡ് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് പോലെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്രോസ് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ത്രെഡ് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ ഈ ഒരു ലൈനിൽ നമ്മുടെ ത്രെഡ് ജോയിൻ്റ് ആവുന്ന അവിടെ ഇതുപോലെ കുത്തിയിട്ട് കുറച്ചൊന്ന് നീക്കിയിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ത്രെഡ് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ തന്നെ ചരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫുൾ റോ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ റോ എൻഡ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ റോ എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളിത് കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് വരുന്നത്. ബോർഡർ സ്റ്റിച്ചസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്യുകയോ ഫ്രഞ്ച് നോട്ട് തയ്ച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിത് കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.